അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എജുപീഡിയയുടെ ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്നത് ബി എ അഫ്ദൽ ഉലമയുടെ ഒന്നാം സെമസ്റ്റർ വിഭാഗക്കാരുടെ സ്റ്റഡീസ് ഇൻ അറബിക് ഗ്രാമർ എന്ന പുസ്തകത്തിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ്. നവംബർ 2022 നടന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇതിനായി സെലക്ട് ചെയ്യുന്നത്. അതിൻ്റെ ആദ്യ ഭാഗത്തുള്ള ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. ആദ്യ ഭാഗത്തുള്ള PDF കുറച്ച് ക്ലാരിറ്റി കുറവുണ്ടെങ്കിലും അതിൻ്റെ ഡോക്യുമെൻ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നമ്മുടെ വാട്സപ്പ് ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ഇതിൻ്റെ PDF കൈമാറുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നുകൂടി ക്ലാരിറ്റി ലഭിക്കുന്നതായിരിക്കും. ഏതായാലും ബാക്കിയുള്ള ആൻസറുകളൊക്കെ നല്ല ക്ലാരിറ്റിയിൽ തന്നെ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇൻഷാ അല്ലാഹ്. നമുക്കപ്പോൾ വിഷയത്തിലേക്ക് വരാം. നവംബർ 2022 ക്വസ്റ്റ്യൻ പേപ്പർ ആണെന്ന് കണ്ടല്ലോ. ഇതിൽ വന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് പറയുന്നത് അജീബ് അനിൽ അസ്ഇലത്തിൽ ആത്തിയ ഹസ്ബൽ ഇർഷാദാത്തി. ഉത്തരം എഴുതാനാണ് കൊടുത്തിട്ടുള്ളത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ തമ്മീസിനെ കുറിച്ചാണ് ചോദ്യം. എന്താണ് തമ്മീസ് എന്നാണ് ചോദിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്കതിലേക്ക് വരാം. തമ്മീസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. നോക്കൂ, التمييز اسم يذكر لبيان المراد من اسم سابق يصلح لأن تراد به أشياء كثيرة. ഈ തമ്മീസ് എന്ന് പറഞ്ഞാൽ താഴെ കൊടുത്തത് കാണാം. അതൊരു ഇസ്മാണ്. യുദ്കറു ലി ബയാനിൽ മുറാദി, അത് പറയപ്പെടുന്നത് ലി ബയാനിൽ മുറാദി, നമ്മുടെ മുറാദ് എന്താണെന്ന് വിശദീകരിക്കാനാണ്. മിൻ ഇസ്മിൻ സാബിഖിൻ, മുമ്പ് കഴിഞ്ഞു പോയൊരു ഇസ്മിന്റെ. യസ്ലഹു അൻ തുറാദ ബിഹി അഷ്യാഉൻ കസീറ, അതുകൊണ്ട് പല സംഗതികളും ഉദ്ദേശിക്കാൻ പറ്റും. പല സംഗതികളും ഉദ്ദേശിക്കാൻ പറ്റുന്ന മുമ്പ് കഴിഞ്ഞു പോയ ഒരു ഇസ്മിന്റെ ശരിയായ മുറാദ് ഏതാണ് എന്ന് വിശദീകരിക്കാൻ വേണ്ടിയിട്ട് പറയുന്ന ഇസ്മിനാണ് തമ്മീസ് എന്ന് പറയുക. ഈ പറഞ്ഞത് നിങ്ങൾക്ക് വ്യക്തമായില്ല എങ്കിൽ ഞാനൊരു ഉദാഹരണം പറയുമ്പോൾ കാര്യം വളരെ വ്യക്തമാകും. ഉദാഹരണം പറയാം. ഇഷ്തറൈതു റിത്വലൻ. ഇഷ്തറൈതു എഴുതുന്നതിന് പ്രയാസമുണ്ട്, എന്നാലും ഇഷ്തറൈതു റിത്വലൻ ബലഹ എന്നാണ് കിതാബിൽ ഇനി കൊടുത്ത ഉദാഹരണം. എന്ന് വെച്ചാൽ ഞാൻ വാങ്ങി ഒരു റാത്തലിന്, റാത്തൽ എന്നാൽ ഒരു തൂക്കത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന പഴയ കാലത്തെ ഒരു കണക്കാണ്. അപ്പോൾ ഒരു റാത്തൽ ഞാൻ വാങ്ങി. ബലഹൻ, ബലഹ് എന്ന് പറഞ്ഞാൽ നല്ല പഴുത്ത ഈത്തപ്പഴം ഉണ്ടല്ലോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, അതിനാണ് സാധാരണ അറബികൾ ബലഹ് എന്ന് പറയാറുള്ളത്. അപ്പോൾ ഞാൻ ബലഹ് വാങ്ങി. ബിൽഹായി ആണ് കേട്ടോ അവിടെ ബലഹൻ. കിതാബിൽ നോക്കിയാൽ ഉദാഹരണം ഉണ്ടാവും. ഞാൻ ഇവിടെ നിന്ന് ജസ്റ്റ് എഴുതിയെന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഉദാഹരണം പറഞ്ഞിട്ട് നമുക്ക് കാണാം. ഇഷ്തറൈത്തു റിത്വലൻ എന്ന് പറഞ്ഞിട്ട് ശേഷം വരുന്ന ഇസ്മ ബലഹൻ എന്ന് പറയുന്നതിനാണ് തമ്മീസ് എന്ന് പറയാം. അപ്പോൾ ഇഷ്തറൈത്തു റിത്വലൻ എന്ന് മാത്രം വായിക്കുകയാണെങ്കിൽ ഞാൻ വാങ്ങി റിത്വലൻ, ഒരു റാത്തൽ ഞാൻ വാങ്ങി. എന്തു വാങ്ങി? എന്തു ആവാലോ. അവിടെ വേണമെങ്കിൽ എനിക്ക് മുന്തിരി വാങ്ങി അഥവാ ഇനബ് വാങ്ങി എന്ന് പറയാം, അല്ലെങ്കിൽ തേൻ വാങ്ങി എന്ന് പറയാം, അല്ലെങ്കിൽ അരി വാങ്ങി എന്ന് പറയാം. എന്തു ആവാലോ. അപ്പൊ അത് എന്താണ് വാങ്ങിയത് എന്നുള്ള കാര്യം ശേഷം പറയുമ്പോഴാണ് എന്ത് ചെയ്യുക, വ്യക്തത കിട്ടുക. അതാണ് ഇവിടെ പറഞ്ഞത്. ഇസ്മുൻ യുദ്കറു, ഈ തമ്മീസ് പറഞ്ഞ ഒരു ഇസ്മാണ്. യുദ്കറു ലി ബയാനിൽ മുറാദി മിൻ ഇസ്മിൻ സാബിഖിൻ, മുമ്പ് കഴിഞ്ഞു പോയ ഒരു ഇസ്മിന്റെ മുറാദ് എന്താണെന്ന് വ്യക്തമാവാൻ. എങ്ങനത്തെ ഇസ്മാണ്? യസ്ലഹു ലി അൻ തുറാദ ബി അഷ്യാഉൻ കസീറ, അതുകൊണ്ട് പല കാര്യങ്ങൾ എന്ത് ചെയ്യാം, ഉദ്ദേശിക്കാൻ പറ്റും. റിത്തുൽ എന്ന് പറഞ്ഞുകൊണ്ട് പല കാര്യങ്ങൾ ഉദ്ദേശിക്കാൻ പറ്റുള്ളൂ. അതാണ് മുമ്പ് കഴിഞ്ഞു പോയ ഇസ്മു എന്ന് പറഞ്ഞത്. വേണമെങ്കിൽ അത് എന്ത് ചെയ്യാം, ഒരു പിന്നെ ഒരു റാത്തല് ഈത്തപ്പഴമാകാം, ഒരു റാത്തല് വെണ്ണയാകാം, ഒരു റാത്തല് മുന്തിരിയാവാം, ഒരു റാത്തല് തേനാവാം, എന്തും ആവാലോ. അപ്പോൾ അതിന് എന്താ ബലഹൻ എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബലഹിനെയാണ് വാങ്ങിയത്. അപ്പൊ ഈ ബലഹ് എന്ന് പറയുന്ന ഇവിടെ കൊടുത്ത ഈ വാക്കിനെയാണ് നമ്മൾ തമ്മീസ് എന്ന് പറയുന്നത്. ഓക്കെ, വ്യക്തമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് വീണ്ടും അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യനിൽ പറയുന്നത് പിന്നെ അൽ ഹുറൂഫു നാസിഖത്തി, നാസിഖത്തിന്റെ അർഫുകൾ ഏവ. ശരിക്കും ഈ വാക്ക് ഇത് നമ്മൾ പഠിക്കാൻ ഏറ്റവും സുഖം ഈ നാസിഖ് എന്ന് പറഞ്ഞാൽ ദുർബലമാക്കുന്നത് എന്നാണല്ലോ. മുമ്പ് നമ്മൾ കഴിഞ്ഞ ഫിഖ് ലിറ്ററേച്ചറിന്റെ വിഷയത്തിൽ നസ്ഖിനെ കുറിച്ച് പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്. നസ്ഖ് എന്ന് പറഞ്ഞാൽ ദുർബലമാക്കുക എന്നുള്ളതാണ്. നാസിഖ് എന്ന് പറഞ്ഞാൽ ദുർബലമാക്കുന്നത് എന്നാണ്.
ഈ നാസിഖ് അല്ലെങ്കിൽ നവാസിഖ് എന്ന് ജമ്മാക്കിയിട്ട്, നാസിഖിന്റെ ജമ്മാണ് നവാസിഖ് എന്നൊക്കെ പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ നോക്കൂ, ഈ പറയുന്ന ഇന്ന വാഹവാത്തുകൾക്കാണ് പറയുന്നത്. ഇവിടെ കാണാം തുഅറഫു ഇന്ന വാഹവാത്തുഹ ബി അന്നഹ ഹുറൂഫുൻ നാസിഖത്തുൻ. ഈ ഇന്ന വാഹവാത്തുഹ, ഇന്ന വാഹവാത്തു പറഞ്ഞാൽ ഇന്നന്റെ ബാക്കിയുള്ള സഹോദരന്മാർ, അഥവാ ഇന്ന, അന്ന, കഅന്ന, ലാക്കിന്ന, ലൈത്ത, ലഅല്ല, അങ്ങനെ നമ്മൾ നേരത്തെ മുമ്പ് പഠിച്ചു പോയ ഈ പറയുന്ന വാക്കുകൾ, ഇത് മുഴുവൻ ആണ് നാസിഖിന്റെ അർഫുകൾ എന്ന് പറയുന്നത്. തദ്ഖുലു അൽ ജുംലത്തിൽ ഇസ്മിയ, അതൊരു ഇസ്മിയായ ജുംലയുടെ മേൽ പ്രവേശിക്കും. ഫതൻസിബുൽ മുബ്തദ, മുബ്തദക്ക് നസ്ബ് കൊടുക്കും. ലിയസ്ബ ഇസ്മ അന്ന, അപ്പൊ എന്ത് ചെയ്യും, ഇന്നയുടെ ഇസ്മായി തീരും. വറഫുൽ ഖബരി, ഖബറിന് നസ്ബും റഫും കൊടുക്കും. വയസ്ബാവു ഖബറു ഇന്ന, അത് ഇന്നയുടെ ഖബറുമാകും. ഇവിടെ ഇപ്പൊ ഈ നാസിഖ് എന്ന് പേര് വരാനുള്ള കാരണേ, നമ്മൾ ഈ പേര് പഠിച്ചാൽ തന്നെ ഏകദേശം ഇതിൽ പറയുന്ന ആശയം പെട്ടെന്ന് വ്യക്തമാവും. ഈ നാസിഖാണ് ദുർബലമാക്കുന്നത് എന്നാണല്ലോ. സാധാരണ നമ്മളെ മുബ്തദിയും ഒരു ഖബറും കൂടിയ ജുംലയാണെങ്കിൽ അവിടെ ഇറാബ് മുബ്തദക്കും റഫ് ഉണ്ടാവും, ഖബറിനും റഫ് ഉണ്ടാവും, അങ്ങനെയാണല്ലോ ഉണ്ടാവാറുള്ളത്. പക്ഷെ ഇവിടെ എന്താണ്, ഈ മുബ്തദയുടെയും ഖബറിന്റെയും റഫിനെ എടുത്ത് ദുർബലമാക്കി കളയാണ് ഏത് വരുമ്പോ, മുബ്തദയുടെ മുമ്പ് ഒരു ഇന്ന വരുമ്പോ, അല്ലെങ്കിൽ ഇന്നയുടെ നേരത്തെ പറഞ്ഞ ഈ സഹോദരന്മാരിൽപ്പെട്ട ഏതെങ്കിലും ഒന്ന് മുൻപ് വരികയാണെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ഇസ്മിയ ജുംല, മുബ്തദി ഖബറും കൂടി ഇസ്മിയ ജുംല എന്താവും, അതിന്റെ ഇറാബ് റഫ് നഷ്ടപ്പെട്ടിട്ട് തുടക്കത്തിലുള്ളതിന് നെസ്ബ് കിട്ടുന്നു, ശേഷമുള്ളതിന് റഫ് കിട്ടുന്നു. അപ്പൊ എന്ത് ചെയ്തു, നിലവിൽ ഡീഫോൾട്ട് ആയിട്ട് ഇവിടെ ഉണ്ടായിരുന്ന ഇറാബ് എന്ത് ചെയ്തു, നഷ്ടപ്പെടുത്തും, അതിനെ ദുർബലമാക്കി കളഞ്ഞു. അതുകൊണ്ടാണ് ഇങ്ങനെ ദുർബലമാക്കി കളയുന്ന ഹർഫുകൾക്കാണ് നവാസിഖ് എന്ന് പറയുക കേട്ടോ. അപ്പൊ ഈ ഇന്ന വഖവാത്തുകൾക്കാണ് എന്ത് പറയുന്നത്, നമ്മൾ നവാസിഖുകൾ എന്ന് പറയുന്നത്. അത് ചെയ്യുന്ന ഇറാബ് ഇങ്ങനെയാണ്, ഇന്നന്റെ തൊട്ട് ശേഷം വരുന്ന ഇസ്മ്, അഥവാ ഈ ഇന്നന്റെ ഇസ്മ് എന്ന് പറയും, ഇന്നന്റെ ഇസ്മിനിക്ക് നസ്ബ് ഉണ്ടാവും. അതുപോലെ ഇന്നന്റെ ശേഷം ഇസ്മ് കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന ഇസ്മിനിക്ക് ഖബർ എന്ന് പറയാം, ആ ഖബറിന് റഫ് ഉണ്ടാവും. അങ്ങനെയാണ് അതിന്റെ ഇറാബ് ഉണ്ടാവുക. അപ്പൊ അതിന് ശരിക്ക് രണ്ടിനും റഫ് കിട്ടേണ്ടടുത്ത് ഒന്നിന്റെ റഫിനെ ഇല്ലാതാക്കി കളഞ്ഞിട്ട് അതിന്റെ നിയമത്തെ, അതിന്റെ ഇറാബിനെ ദുർബലമാക്കി കളഞ്ഞത് കൊണ്ടാണ് ഇതിന് ഹുറൂഫുൻ നവാസിഖ് എന്ന് പേര് പറയുന്നത്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് നമ്മുടെ പുസ്തകത്തിൽ അങ്ങനെ കൊടുത്തേ കാണുന്നില്ല. പലപ്പോഴും നമ്മളെ പുസ്തകത്തിന്റെ പുറത്ത് നിന്നുള്ള പല വിഷയങ്ങളും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ യൂണിവേഴ്സിറ്റിയുടെ ഒന്നാം സെമസ്റ്ററിന്റെ സിലബസ് അനുസരിച്ച് നോക്കി പോകുന്നതായിരിക്കും നന്നാവുക. പുസ്തകം പലതും പഴയതൊക്കെ ആയതുകൊണ്ട് പല ചോദ്യങ്ങളും പുറത്തുനിന്നൊക്കെ കാണുന്നുണ്ട്. ഇതിന് ഉദാഹരണമാണ് ഈ പറയുന്ന ഹുറൂഫുൻ നവാസിഖ്. അടുത്ത ക്വസ്റ്റ്യനും ഇപ്രകാരം തന്നെ പുസ്തകത്തിൽ നമ്മളെ 2019 സ്ട്രീമുകാർക്ക് വിതരണം ചെയ്യപ്പെട്ട പുസ്തകത്തിൽ കാണുന്നില്ല. അത് പറയുന്ന ഇതാണ്, എന്താണ്, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, എന്താണ് അൽ ഫീലുൽ മഹ്മൂസ്, മഹ്മൂസ് എന്ന് പറയുന്ന ഫീൽ എന്താണ്? മഹ്മൂസ് എന്ന് പറയുന്നത്, അതിലും നമ്മൾക്ക് ഈ പറയുന്ന ഈ വാക്കിൽ നോക്കിയാൽ തന്നെ കാര്യം മനസ്സിലാവും. മഹ്മൂസ് എന്ന് പറഞ്ഞാൽ ഹംസ ഉള്ളത് എന്നാണല്ലോ. അപ്പോ ഹംസ ഉള്ളത് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഫീലിന്റെ തുടക്കത്തിൽ നോക്കൂ, തുടക്കത്തിലായിക്കൊള്ളുന്നില്ല, ഇവിടെ പറയുന്ന നോക്കി, വകുല്ലു ഫീലിൻ, അത് എല്ലാ ഫീലുമാണ്, കാന അഹദു ഉസൂലിഹി, അതിന്റെ അസ്ലിയായ അക്ഷരങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒന്ന് ഹർഫു ഹംസത്തിൻ, ഹംസയുടെ അക്ഷരമാണ്. സവാവുൻ കാനത്ത്, ഇവിടെ സവാവുൻ നാട്ടുള്ളത്, സവാവുൻ കാനത്ത് ഫി അവലിൽ ഫീലി ഔ വസതിഹി ഔ ആഖിരിഹി, അത് ഒരു ഫീലിന്റെ തുടക്കത്തിലോ ഒടുവിലോ ആദ്യത്തിലോ ആവാം. ഉദാഹരണം പറയാം, ഇവിടെ നോക്കുമ്പോൾ അമറ, അമറ എന്ന് പറയുന്ന ഒരു ഫീലിന്റെ തുടക്കത്തിൽ തന്നെ ഹംസ ഉണ്ടല്ലോ. ഇങ്ങനെ ഹംസ ഉള്ള ഫീലുകൾക്കാണ് എന്ത് പറയുന്നത്, ഈ പിന്നെ മഹ്മൂസ് എന്ന് പറയുന്നത്. ചിലപ്പോ നടുവിൽ ഹംസ വരുന്നുണ്ടാവും, നടുവിൽ ഹംസ വരുന്ന ഉദാഹരണം ഇപ്പൊ സഅല, സഅല നമ്മൾ എഴുതിയേക്ക്, അപ്പൊ അതിന്റെ നടുവിലല്ല ഹംസ വരുന്നത്, അപ്പൊ ഇതും എന്താണ്, മഹ്മൂസാണ്. അതുപോലെ വേറെ അവസാനത്തിൽ ഹംസ വരുന്ന ഉദാഹരണം നമ്മൾ ഖറഅ എന്നൊക്കെ പറയാറുണ്ടല്ലോ, ഖറഅ എന്ന് പറഞ്ഞിടത്ത് അവസാനത്തെ അക്ഷരം ഹംസയാണല്ലോ. അപ്പൊ ഇങ്ങനെ നടുവിലോ അവസാനത്തിലോ നടുവിലോ ആദ്യത്തിലോ ഒക്കെ ഹംസ വരുന്ന തരത്തിലുള്ള ഫീലുകൾക്കാണ് മഹ്മൂസ് അഥവാ ഹംസയുള്ള ഫീല് എന്ന് പറയുക. ഓക്കെ, കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ടാകും. നമ്മൾ വീണ്ടും എന്ത് ചെയ്യുക, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കാം. ഈ പറഞ്ഞ ചോദ്യവും പുസ്തകത്തിൽ കാണുന്നില്ല കേട്ടോ, എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ട് കാണുന്ന പക്ഷം നിങ്ങളൊന്ന് എന്നെ ഒന്ന് കമന്റ് ബോക്സിൽ ഒന്ന് അറിയിച്ചാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ ഇപ്രകാരം തന്നെ, എന്താണ്, ലഫീഫു മക്റൂൻ. ഈ ലഫീഫു മക്റൂനും നമ്മുടെ പുസ്തകത്തിൽ 2019 സ്ട്രീമിൽ പുസ്തകം എൻ്റെ കയ്യിലുണ്ട്, അതിൽ ആ ഭാഗം കാണുന്നില്ല. ലഫീഫു മക്റൂൻ എന്താണെന്ന് നമുക്ക് ഈസി ആയിട്ട് കണ്ടെത്താൻ പറ്റും. എന്താണ് ലഫീഫു മക്റൂൻ? വളരെ സിമ്പിളാണ്. അതും ആ പേരൊന്ന് ഓർത്ത് വെച്ചാൽ തന്നെ കാര്യങ്ങൾ വളരെ എളുപ്പമാകും. അതായത് മക്റൂൻ എന്ന് പറഞ്ഞാൽ അന്വരിച്ച് വന്നത് എന്നാ പറയുക, അതായത് നേരെ ചേർന്ന് വരുന്നത്. അപ്പോ
ഇല്ലത്തിന്റെ അക്ഷരങ്ങൾ പറയുന്നിടത്താണ് ഈ ലഫീഫ് മക്റൂനും ലഫീഫ് മഫ്റൂഖും ഒക്കെ വരുന്നത്. അപ്പോ എന്താ ലഫീഫ് മക്റൂൻ എന്ന് പറഞ്ഞാല് ഹുവ മജ്തമഅ ഫീഹി ഹർഫാ ഇല്ലത്തിൻ ദൂന അൻ യഫ്രിഖ ബൈനഹുമാ ഹർഫുൻ ആഖറ സ്വഹീഹ്. അതായത് രണ്ട് ഇല്ലത്തിന്റെ അക്ഷരങ്ങൾ ചേർന്ന് വന്നാൽ വവ്വ അതൊരു എന്താണ് ഒന്നാണ്. ഇജ്തമഅ ഫിയ ഒന്നിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. ഹർഫാ ഇല്ലത്തിൻ ഇല്ലത്തിന്റെ അക്ഷരങ്ങൾ രണ്ടെണ്ണം. അലിഫ് വാവ് യാ ഇതാണല്ലോ ഇപ്പൊ ഇല്ലത്തിന്റെ അക്ഷരങ്ങൾ. ഈ അലിഫ് വാവ് യായിൽ നിന്ന് ഏതെങ്കിലും രണ്ടക്ഷരം ഒരുമിച്ച് വന്നാല് ചേർന്ന് വന്നാല് ദൂന യഫ്രീഖ ബൈനഹുമാ ഹർഫുൻ ആഖർ അതിനിടയിൽ സ്വഹീഹായ ഒരു അക്ഷരം വേർപിരിച്ച് വരാതെ, സ്വഹീഹായ അക്ഷരം എന്ന് പറഞ്ഞാല് നമ്മൾ മുകളിൽ പറഞ്ഞ ഈ അലിഫ് വാവ് യാ അല്ലാത്ത അക്ഷരങ്ങൾക്കാണെന്ന് പറയാ സ്വഹീഹ് എന്ന് പറയാ. സ്വഹീഹായ അക്ഷരങ്ങൾ കൊണ്ട് വേർപിരിക്കാത്ത രൂപത്തിൽ ചേർന്നുകൊണ്ട് രണ്ട് ഇല്ലത്തിന്റെ അക്ഷരങ്ങൾ വന്നാൽ അതിനാണ് ലഫീഫ് മുഖറൂൻ എന്ന് പറയുക. ഉദാഹരണം നിങ്ങൾ നോക്കൂ, അവ എന്ന് പറഞ്ഞോടത്ത് നോക്കൂ, ഈ ഹംസയെ അങ്ങോട്ട് മാറ്റി നിർത്തിയാൽ വാവും യാവും ഇത് രണ്ടും എന്താണ് ഇല്ലത്തിന്റെ അക്ഷരമാണ്. ഷവ എന്ന് പറയുമ്പോ എന്താ ഫ്രൈ ചെയ്യുക എന്നൊക്കെ അർത്ഥം വരിക. ഈ ഷവ എന്ന് പറയുന്നിടത്തും വാവും യാവും രണ്ടും എന്താണ് ഇല്ലത്തിന്റെ അക്ഷരമാണ്. റവ എന്ന് പറയുന്നിടത്തും അങ്ങനെ തന്നെ വാവും യാവും ഇല്ലത്തിന്റെ അക്ഷരമാണ്. അവ എന്ന് പറയുന്നിടത്തും വാവും യാവും ഇല്ലത്തിന്റെ അക്ഷരമാണ്. അപ്പൊ ഇത്തരം എന്താണ് പറയുന്നത്, ഇങ്ങനത്തെ ഈ കെലിമത്തുകൾക്കാണ് ലഫീഫ് മഖറൂന് എന്ന് പറയുക. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യനിൽ ചർച്ച ചെയ്യുന്നത് ഇഅ്റാബുൽ ഫീൽ മുലാരിയായ ഫീലിന്റെ ഇഅ്റാബ് എങ്ങനെയാവുന്നു, എന്താകുന്നു എന്നൊക്കെയാണ് നോക്കാം. മുലാരിയായ ഫീൽ നമുക്കറിയാം, അതില് മുമ്പ് നസ്ബിന്റെയോ ജസ്മിന്റെയോ ഒന്നും അദാത്തുകൾ ഇല്ല എങ്കിൽ അതിന് എന്താണ് ഉണ്ടാവുക, അത് റഫാ ഉണ്ടാവുക. അതാണ് ഇവിടെ പറയുന്നത്. ജെർ എന്തായാലും ഫീൽ ഉണ്ടാവില്ലല്ലോ, അപ്പൊ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ മുലാരിയായ ഫീൽ നോക്കൂ, യുർഫഉൽ ഫീലുൽ മുലാരിയു. മുലാരിയ ഫീലിന്റെ ഇറാബാണ് ഈ പറയുന്നത്. മുലാരിയ ഫീലിന് റഫ് ആയിരിക്കും, ഇതാണ് ഇറാബ്. മുലാരിയ ഫീലിന് റഫ് ആയിരിക്കും എപ്പോ ഇദാലം തസ്ബിഖുഹു അദാത്തും മിൻ അദവാത്തിൻ നസ്ബി, നസ്ബിന്റെ ഏതെങ്കിലും അദാത്തുകൾ മുലാരിയ ഫീലിന് മുമ്പ് വന്നിട്ടില്ലെങ്കിൽ. ഉദാഹരണം പറഞ്ഞാൽ ലൻ നസ്ബിന്റെ അദാത്താണല്ലോ. ലൻ വന്നാൽ എന്താവും, ലൻ യഫഅല എന്നാകുമല്ലോ. അതൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ടാവും, നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യുന്നില്ല. പക്ഷെ അങ്ങനെ ഒന്നും വരാതിരുന്നാൽ, അതുപോലെ അദവാത്തുൽ ജസ്ം, ഉദാഹരണം പറഞ്ഞാൽ ലം ഒന്നാന്നുണ്ടാവും, ഇതേ പ്രകാരം ലം യഫഅൽ എന്ന് പറഞ്ഞിടത്ത് അവസാനം സുക്കൂനല്ല ഉണ്ടാവുക. അപ്പൊ അങ്ങനെ ഈ ജസ്മിന്റെയോ അല്ലെങ്കിൽ നസ്ബിന്റെയോ അദാത്തുകളൊന്നും വന്നിട്ടില്ല എങ്കിൽ മുലാരിയ ഫീലിന്റെ ഇറാബ് റഫ് തന്നെയാണ് ഉണ്ടാവുക. അപ്പൊ മുലാരിയ ഫീലിന്റെ ഇറാബ് വെച്ചാൽ റഫ് ആണെന്ന് പറയാം. ഈ പറഞ്ഞ ഭാഗം മുഴുവനായിട്ട് എഴുതിയാൽ ഉഷാറായി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താരിഫുൽ ഇസ്മി. എന്താണ് ഇസ്മിന്റെ താരിഫ്? എന്താണ്? ഇതൊക്കെ കിതാബിൽ പറയുന്നത് തന്നെയാണ് കേട്ടോ, അല്ലെങ്കിൽ കിതാബിൽ വരുന്നുണ്ട്. ഇസ്മിന്റെ താരിഫ് എന്താകുന്നു നോക്കാം. ഇസ്മിന്റെ താരിഫ് പറയുന്നുണ്ട്, ഉണ്ടല്ലോ. അത് കെലിമത്തുകൾ മൂന്നായി തിരിച്ചിട്ട് ഓരോന്നിനെയും വേർതിരിച്ചിട്ട് കിതാബിൽ പറയുന്നുണ്ട്. അവിടെ കാണാൻ ഇസ്മു എന്ന് പറഞ്ഞാൽ എന്താണ്? കുല്ലു ലഫ്ദിൻ യുസമ്മ ബിഹി ഇൻസാൻ, എല്ലാ ലഫ്ദും അതുകൊണ്ട് പേര് വിളിക്കപ്പെടുന്ന ഒരു മനുഷ്യന്, അങ്ങനത്തെ എല്ലാ ലഫ്ദിനും ഇസ്മു എന്ന് പറയാം. ഒരു മനുഷ്യനെ പേര് വിളിക്കുന്നത്. ഔ ഹയവാനൻ, അല്ലെങ്കിൽ ഏതൊരു ജീവിയാട്ടെ, ജീവിയുടെ പേരൊക്കെ ഇസ്മാണ്. ഔ നബാത്തുൻ, അല്ലെങ്കിൽ ഒരു ചെടിയുടെ പേര്, അത് ഇസ്മാണ്. ഔ ജമാഅത്തുൻ, അല്ലെങ്കിൽ ഒരു ജീവനില്ലാത്ത അചേതനമായ വസ്തുവിന്റെ പേര്. അയ്യു ഷെയ്ന, അല്ലെങ്കിൽ വേറെ എന്തോ ആട്ടെ, എന്തെങ്കിലും ഒരു ഷെയ്നെ വിളിക്കപ്പെടുന്ന ലഫ്ദിനാണ് നമ്മൾ ഇസ്മു എന്ന് പറയുക. പേന, കത്തി, പുസ്തകം, മൊബൈല്, അങ്ങനെ തുടങ്ങി എല്ലാ ജീവനുള്ളതും ജീവനില്ലാത്ത മനുഷ്യനും, നായ, കുറുക്കൻ, മനുഷ്യൻ എന്ന് പറഞ്ഞ എന്തും അങ്ങനെയുള്ളൊക്കെ ഇസ്മാണ്. അപ്പൊ ഇസ്മു തന്നെ അതാണ് കുല്ലു ലഫ്ദിൻ. സാധാരണ നമ്മൾ പറയുന്ന ഒരു സംഗതി ഉണ്ട്, ഇത് മൂന്നാലൊരു കാലത്തോട് ബന്ധമില്ലാത്തത്, അതും ഇതിന്റെ കൂടെ കൂട്ടിച്ചേർക്കാറുണ്ട്. ഇത് ഈ പറയുന്ന താരീഫിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. വേണമെങ്കിൽ അത് ഉൾപ്പെടുത്തിയാൽ സംഗതി മനസ്സിലാവും. കാരണം ഫീലുകളിൽ എപ്പോഴും മൂന്നാലൊരു കാലത്തോട് ബന്ധം ഉണ്ടാവും. മാദി, മുലാരി, അമ്പ്, ഇങ്ങനെ ഈ പറയുന്ന ഒരു കാലത്തോടും ബന്ധം ഉണ്ടാവാത്ത ഒരു ബന്ധമില്ലാത്തതായിരിക്കും ഈ പറയുന്ന ഇസ്മ. അതും ചിലപ്പോൾ അതിന്റെ താരീഫ് പറയാറുണ്ട്, ഇവിടെ അത് പറഞ്ഞിട്ടില്ല. അപ്പൊ ഇത്രയും ഭാഗം നമ്മൾ എഴുതിയാൽ മതി. ഓക്കെ, അടുത്തത് എന്താ ക്വസ്റ്റ്യൻ പറയുന്നത്? നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ പറയുന്നത് അൽ മബിനിയു മിനൽ അഫ്ആലി, ഫീലുകളിൽ നിന്നുള്ള മബിനിയെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. നോക്കാം നമുക്ക്. ഫീലുകൾ മബിനിയായി വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് നമ്മളെ മാദിയായ ഫീലുണ്ട്. നിങ്ങൾ നോക്കൂ,
എന്താണ് അൽ മബിനി മബിനി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യം പറയാം, എന്നിട്ട് ഇനി ബാക്കി ചർച്ച ചെയ്യാം. അപ്പൊ മബിനിയും അൽ അഫ്ആലി നിൽക്കുമ്പോൾ മബിനിയായ ഫീൽ എന്താണെന്ന് ചോദ്യം ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് പറയാം മബിനി എന്ന് പറഞ്ഞാൽ മാ യസ്ബുത്തു ആഖിറുഹു അലാ ഹാലിൻ വാഹിദ്, അതിന്റെ അവസാനം ഒരേ അവസ്ഥയിൽ തന്നെ നിലനിൽക്കും. ഫി ജമീഇ തറാക്കീബി, എല്ലാ തർക്കീബുകളിലും. വൈസമ്മ മബനിയൻ, അതിനാണ് നമ്മൾ മബനി എന്ന് പറയാം. അതായത് റഫ് ആവട്ടെ, പിന്നെ അതുപോലെ എന്താവട്ടെ, നെസ്ബാവട്ടെ, ജിസ്മാവട്ടെ, ഏത് അവസ്ഥയിലാണെങ്കിലും ഒക്കെ അവസാനം ഒരുപോലെ ഇരിക്കും. മാ യത്തഗയ്യറു ആഖിറുഹു, അതിന്റെ അവസാനത്തിൽ യാതൊരു മാറ്റവും വരില്ല. ഇപ്പൊ മുറബായ ഫീലുകളോ ഒക്കെ ആണെങ്കിൽ അതിൽ മാറ്റങ്ങൾ ധാരാളം വരുന്ന നമുക്ക് കാണാം. അപ്പോൾ മായത്തയ്യറു ആഹ്റു ഇസമ മുറബൻ, അവസാനത്തിൽ മാറ്റം വരുന്നുണ്ടെങ്കിൽ അഥവാ ആമിലുകൾക്കനുസരിച്ച് അവസാനത്തിൽ മാറ്റം വരുന്നുണ്ടെങ്കിൽ മുറബ് എന്ന് പറയും. നമ്മുടെ ചർച്ച ഇതല്ല, നമ്മുടെ ചർച്ച മറ്റേതാണ്. അപ്പൊ നമുക്ക് എന്താ ചെയ്യാം, ഇതാണ് നമുക്ക് ആവശ്യമുള്ളത്. ഏത് ഇത്രയും ഭാഗം മാ യസ്ബുത്തു ആഹ്റു അല ഹാലത്തിന് വായത്തിൻ വിജമി തറാക്കിബി വൈസമാമനിയൻ. അതിന് ഉദാഹരണം ഇപ്പൊ ഹർഫുകൾ. ഹർഫുകൾ ഇപ്പൊ എല്ലാ സമയത്തും അങ്ങനെ ഉണ്ടാവുള്ളൂ. ഉദാഹരണം പറയാം, ഹത്ത എന്ന് പറയുന്ന ഒരു ഹർഫ്. ഈ ഹത്ത എന്ന് പറയുന്നത് എവിടെ വന്നാലും ഏത് അക്ഷരത്തിന് ശേഷം വന്നാലും അത് ഹത്ത, മിൻ കഴിഞ്ഞിട്ടാണ് ഹത്ത വരുന്നത്, എന്നാലും ഹത്ത എന്ന് പറയാം. അതുപോലെ പിന്നെ നസ്ബിന്റെ സാഹചര്യത്തിൽ വന്നു, എന്നാ നസ്ബ് ഇട്ടോ ഇല്ല, ഒക്കെ ഒരേ ഹത്ത ഹത്ത പോലെ തന്നെ, യാതൊരു ചേഞ്ചും ഉണ്ടാവില്ല. അപ്പൊ അതേന്ന് പോലെ തന്നെയാണ് എന്ത് മാദിയ ഫീലുകളെല്ലാം. ഉദാഹരണം പറഞ്ഞു വന്നാൽ എന്താണ്, അക്കല എന്ന് പറഞ്ഞു. ഈ അക്കല എന്നുള്ളതിന്റെ കൂടെ എന്ത് അക്ഷരങ്ങൾ ചേർത്തിയാലും നസ്ബിന്റെ സാഹചര്യം വന്നാലും എല്ലാം എങ്ങനെയായാലും അത് ഫത്തഹിന്റെ മേൽ മബനിയാക്കപ്പെട്ടതായിരിക്കും. അത് ആ രൂപത്തിൽ തന്നെ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ അമ്ര ഫീലുകളൊക്കെ അതേപോലെ തന്നെ, യാതൊരു മാറ്റവും ഉണ്ടാവില്ല. ഇതിനാണ് എന്ത് പറയുന്നത്, നമ്മൾ മബനിയായ ഫീല് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, ബിനാവുൽ ഫീൽ അംരി, അമ്രു ഫീലിന്റെ ബിനാവിനെ സംബന്ധിച്ചാണ് ചർച്ച. നോക്കാം നമുക്ക് എന്താണ് പറയുന്നത്. ബിനാവ് പിന്നെ അമ്രു ഫീലിന്റെ ബിനാവിനെ കുറിച്ച് പറയുമ്പോൾ ഈ അമ്രു ഫീൽ എന്താണ്, പലപ്പോഴും നേരത്തെ പറഞ്ഞല്ലോ മബനിയാണ്. അപ്പൊ അത് സുക്കൂന്റെ മേൽ മബനിയാകുന്ന സമയം എപ്പോഴൊക്കെയാണ് അതിൽ പറയുന്നത് നോക്കൂ. യുബിന ഫീലുൽ മുലാരി അല സുക്കൂനി ഇദാ കാന സ്വഹീഹുൽ ആഖരി. മുലാരിയായ ഫീല് സുക്കൂന്റെ മേൽ മബനിയായി വരുന്ന രൂപം എപ്പോഴാണ്, അതിന്റെ അവസാനത്തെ അക്ഷരം സ്വഹീഹായ അക്ഷരമാണെങ്കിൽ. വലം മത്തസുൽ ബി ഷെയ്യുൻ, അതിനോട് ഒന്നും ചേർന്നിട്ടുമില്ല എങ്കിൽ. ഞാൻ ഒരു ഉദാഹരണത്തിൽ എഴുതി കൊടുത്തിട്ടുണ്ട്. ലിഫ് എന്ന് പറയുന്ന ഉദാഹരണം നോക്കൂ. അവസാനത്തെ അക്ഷരം ഫ ആണല്ലോ, ഫ സ്വഹീഹാണല്ലോ, എല്ലാത്തിന്റെ അക്ഷരമല്ലല്ലോ. അപ്പൊ ഇതെന്താണ്, ഇത് ഇതിൽ വേറൊന്നും ചേർന്ന് വന്നിട്ടുമില്ല. അപ്പൊ അവിടെ എന്താ ഉള്ളത്, സുക്കൂനാണുള്ളത്. അപ്പൊ സുക്കൂന്റെ മേൽ മബനിയായിരിക്കും ഇങ്ങനെയാണെങ്കിൽ. ഓക്കെ, ദാലിക ഇദ ഇത്തസ്വലത് ബിഹി നൂനുൻ നിസ്വത്തി, നിസ്വത്തിന്റെ നൂൻ ചേർന്ന്. അപ്പൊ ഏതൊക്കെ എല്ലാം ചേർന്നത് കൊണ്ടൊന്നും ഈ പറയുന്ന നൂൻ സുക്കൂനും പോകൂല. ഉദാഹരണം പറഞ്ഞാല് നിസ്വത്തിന്റെ സുക്കൂന് ഞാനിവിടെ ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. ഇസ്തൈഖിദ്ന എന്നാണ് യാ ആണ് അവിടെ ഉള്ളത്. ഇസ്തൈഖിദ്ന എന്ന് പറയുന്ന ഉദാഹരണം നോക്കൂ. ഇവിടെ ഇപ്പോ സുക്കൂൻ നിസ്വത്തിന്റെ നൂനെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുള്ള ഉണ്ടായിട്ട് പോലും ഇതിന്റെ അവസാന ഭാഗത്തുള്ള ഇസ്തൈഖിദ്ന എന്ന് പറഞ്ഞ ലോദിന്റെ മുകളിലുള്ള സുക്കൂൻ എന്തായിട്ടില്ല, നഷ്ടപ്പെട്ടിട്ടില്ല. അത് അതിന്റെ മേൽ മബനിയാണ്. അപ്പോ അത് നൂൻ നിസ്ബത്ത് കൊണ്ട് ചേർന്നത് കൊണ്ട് എന്താവൂല, ഈ പറയുന്ന അവസാനത്തിലുള്ള സുക്കൂന്റെ മേൽ മബനിയാവുക എന്ന് പറയുന്ന അവസ്ഥയിൽ മാറ്റം വരില്ല. ഇനി വൈബുന അൽ ഫത്തഹി, ചിലപ്പോ ഫത്തഹിന്റെ മേൽ മബനിയാക്കപ്പെട്ടതാവും. അതെപ്പോഴാണ്, നമുക്ക് ഇദത്ത സ്വലത്ത് ബി നൂന് തൈക്കീദി, തൈക്കീദിന്റെ നൂനുണ്ടല്ലോ, തഖീലയുടെയും ഖഫീഫയുടെയും ഒക്കെ നൂനുകൾ പഠിച്ചിട്ടുണ്ടാവും. അത് ചേരുമ്പോ എന്തുണ്ടാവും, ഈ പിന്നെ അമ്രു ഫീല് ഫത്തഹിന്റെ മേൽ മബനിയാക്കപ്പെട്ടതാവും. ഉദാഹരണം പറഞ്ഞാൽ ഉഖ്റുജന്ന എന്നാ പറയാം. കാരണം ഇതിന്റെ അവസാന ഭാഗത്ത് എന്തുണ്ട്, ഈ സഖീലയുടെ നൂനും തഅക്കീദിന്റെ നൂനുണ്ട്. അപ്പൊ ജീമിന് എന്താവും, ഫത്ഹാവും. ഉഖ്റുജന്ന വയുബന അല ഹദ്ഫി ഹർഫിൽ ഇല്ലത്തി. ഇനി ഇതിപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞത് സ്വഹീഉൽ ആഖറാണ്, അതായത് അവസാന ഭാഗത്ത് സ്വഹീ ആണെങ്കിലാണ്. അവസാന ഭാഗത്ത് ഇല്ലത്തിന്റെ അക്ഷരമാണെങ്കിലോ, ഇല്ലത്തിന്റെ അക്ഷരമാണെങ്കിൽ ആ ഇല്ലത്തിന്റെ അക്ഷരം കളയൽ കൊണ്ടായിരിക്കും ചിലപ്പോൾ മുബനിയാവുക. ഇതാക്കാന മുഅത്തല്ലൽ അവസാന ഭാഗം ഇല്ലത്തിന്റെ അക്ഷരമാണെങ്കിൽ ആ ഇല്ലത്തിന്റെ അക്ഷരത്തെ കളയൽ കൊണ്ടായിരിക്കും മബനിയാവുക. അതിന് ഉദാഹരണം ഇപ്പൊ ഇവിടെ പറഞ്ഞത് ഈ ഉദാഹരണം പോലെ നോക്കൂ. അൽഖി എന്ന് പറയുന്നത് ശരിക്കും ഇതിന്റെ മാതിയായ ഫീൽ എടുത്ത് വെക്കിയാൽ അൽക്കാന്ന് വരിക. അപ്പൊ അവസാനത്തിൽ യാ ഉണ്ടല്ലോ, യാ ഇല്ലത്തിന്റെ അക്ഷരമാണല്ലോ. അപ്പോ അമർ ഫീലിലേക്ക് വരുമ്പോ ആ ഇല്ലത്തിന്റെ അക്ഷരം യാ കളഞ്ഞിട്ടാണ് ഇവിടെ എന്താക്കിയത്, ഇവിടെ നമ്മള് പിന്നെ മബനിയാക്കിയത്. ഇവന അല ഹദ്ഫി നൂനി, ചിലപ്പോ ഈ നൂനിനെ കളയുന്നതിന്റെ മേൽ മബനിയായിരിക്കും. ആ പോയത്തുസലത്ത് ബിഹി അലിഫുൽ ഇസ്നൈനി വാവു വാവു ജമാഅത്തിൽ. സാധാരണ മുസന്നയുടെ മേൽ അറിയിക്കുന്ന അലിഫുണ്ട്. ആ അലിഫ് ഈ പറയുന്ന അമർ ഫീലിനോട് ചേർന്ന് വന്നാൽ, അല്ലെങ്കിൽ ജമ്മിന്റെ മേൽ അറിയിക്കുന്ന വാവുണ്ട് അത് ചേർന്ന് വന്നാൽ, അല്ലെങ്കിൽ ഖിതാബിന്റെ യാ ഉണ്ട് ആ യാ ചേർന്ന് വന്നാൽ, സ്ത്രീകളോടൊക്കെ പറയുമ്പോൾ
അപ്പൊ ആ യാ ചേർന്ന് വന്നാലൊക്കെ അവിടെ നൂനിനെ കളയൽ കൊണ്ടായിരിക്കും മബനിയാവുക. നൂന് കളഞ്ഞ മബനിയാണ്. ഉദാഹരണം ഇപ്പൊ ഇതുപോലെ വാവ് ചേർന്ന ഉദാഹരണം ഇജ്മഉ. ഇജ്മഉ എന്നോടത്ത് അമ്ര ജമ്മിന്റെ വാവുണ്ട്. ഈ വാവ് ചേർന്നപ്പോ എന്ത് ചെയ്തു? അവസാന ഭാഗത്ത് നൂനെ കളഞ്ഞിട്ടാണ് അവിടെ എന്ത് മബനി. ഇജ്മഊൻ ശരിക്കും ഇജ്മഊന എന്നൊക്കെയാണ് പറയുന്നത് മുളാരി വരുമ്പോ. ആ നൂൻ അവിടെ പോകും. നൂന് കളഞ്ഞുകൊണ്ടാണ് അമ്ര ഫീൽ എന്തുണ്ടാവുക മബനിയാവുക. അതുപോലെ യാഗ് പറഞ്ഞ ഇതാണ് അഖ്ലിത്തി. അഖ്ലിത്തി എന്ന് പറയുമ്പോൾ പെണ്ണിനോട് പറയുന്ന കൽപ്പനയാണ്. അവിടെ ഇപ്പൊ എന്ത് ചെയ്യും? ആ നൂന് കളയൽ കൊണ്ടാണ് ഈ പറയുന്ന എന്ത് വരുന്നത്? മബനി വരുന്നത്. അതുപോലെ അവസാന ഭാഗത്ത് പറഞ്ഞ എന്താണ് ഇഫ്തഹ. ഇഫ്തഹ എന്ന് പറഞ്ഞിടത്ത് അവിടെ എന്തുണ്ട്? നിങ്ങൾ നോക്കൂ, അവിടെയും ഈ അലിഫിന്റെ മേലില് അലിഫിന്റെ ശേഷമുള്ള നൂനെ കളഞ്ഞിട്ട്, സാധാരണ മുസന്നയാകുമ്പോൾ ശരിക്കും എന്തുണ്ടാവും? നൂനുണ്ടാവുമല്ലോ. നൂന് കളഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ? അതിന്റെ മേലിലാണ് മബനിയായിട്ടുള്ളത്. അവസാനം ഈ പറയുന്ന മുസന്നയുടെ മേൽ അറിയിക്കുന്ന അലിഫ് ചേർന്ന് വന്നത് കൊണ്ട്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇനി നമുക്ക് അടുത്ത പേജിലേക്ക് പോവാം. അടുത്ത ഒരു ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? അടുത്തൊരു ക്വസ്റ്റ്യൻ ചർച്ച ചെയ്യുന്നത് പിന്നെ അലമിനെ കുറിച്ചാണ്. എന്താണ് ഈ അലം എന്ന് പറഞ്ഞാൽ? നോക്കാം നമുക്ക് അലമിനെ കുറിച്ച് എന്താ പറയുന്നത്. ഓക്കെ, എന്താണ് അലം? അൽ അലമു ഇസ്മു മഅരിഫത്തിൻ സുമ്മിയ ബിഹി ശഖ്സുൻ. ഒരു വ്യക്തിക്ക് പേര് വെക്കപ്പെട്ട മാരിഫയായ ഇസ്മിനാണ് അലം എന്ന് പറയാം. നമ്മള് മാരിഫയുടെ ഇനങ്ങൾ പറയുന്നിടത്ത് 7 ഇനങ്ങൾ പറയുന്നുണ്ടല്ലോ. അതിൽ പെട്ട ഒന്നാണ് അലം. അലമൊക്കെ മാരിഫയായിരിക്കും. അപ്പൊ അതൊരു വ്യക്തിക്ക് വെക്കപ്പെട്ട പേരായിരിക്കും. ഫോർ ഉദാഹരണം അലി. എനിക്ക് വെക്കപ്പെട്ട പേര് എന്തെങ്കിലും അബൂബക്കർ എന്നോ അല്ലെങ്കിൽ അലി എന്നോ അല്ലെങ്കിൽ സാലിം എന്നോ എന്തെങ്കിലും ആവാലോ. അപ്പൊ ഇങ്ങനെയുള്ളതിനാണ് എന്ത് പറയുന്നത്? അലമു എന്ന് പറയാം. ഔ മക്കാൻ, അല്ലെങ്കിൽ സ്ഥലത്തിന് വെക്കപ്പെട്ട പേര്. മിസ്ർ സ്ഥലത്തിന്റെ പേരാണ്. അതുപോലെ കാഹിറ കെയ്റോ ഒരു സ്ഥലത്തിന്റെ പേരാണ്. ഇങ്ങനെയൊക്കെ ഉള്ളതിനാണ് അലമു എന്ന് പറയാം. ഔ ഹയവാനിൻ, അല്ലെങ്കിൽ ജീവിക്ക് വെക്കപ്പെട്ട പേര്. ബക്കറത്ത് ഹയവാന് വെക്കപ്പെട്ട പേരാണ്. ഔ അയ്യ ഷെയ്ൻ അഹ്റ, എന്തെങ്കിലും ഒന്ന്, ഒരു നാടിന് ഒരു ടൗണിന് വെക്കപ്പെട്ട പേര്. ലണ്ടൻ, അപ്പോൾ ലണ്ടൻ എന്ന് പറഞ്ഞ അലമാണ്. ഇങ്ങനെയൊക്കെയുള്ള സംഗതികൾക്കാണ് അലമു ഉണ്ടാവുക പറയുക. ഓക്കെ, പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ പറയുന്നത് പിന്നെ അസ്മാഉൽ ഖംസത്തി. എന്തൊക്കെയാണ് ഈ അസ്മാഉൽ ഖംസ? അസ്മാഉൽ ഖംസ എന്ന് പറഞ്ഞാൽ ഇവിടെ അസ്മാഉ സിത്ത തന്നെയാണ്. അസ്മാഉ സിത്തയിൽ ഒന്ന് കളഞ്ഞിട്ട് എന്ന് പ്രയോഗിക്കുന്ന ഇതിനാണ് നമ്മളൊന്ന് അസ്മാഉൽ ഖംസ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ അസ്മാഉൽ ഖംസ ഏതൊക്കെയാണ്? അപ്പോ അസ്മാഉൽ ഖംസ എന്ന് പറയുന്നത് ഈ താഴെ പറയുന്ന കാര്യങ്ങളാണ്. അതില് അബുൻ, അഖുൻ, ഹമുൻ, ഫു, ദു തുടങ്ങിയ ഈ പറയുന്ന 5 ഇസ്മുകൾക്കാണ് അസ്മാഉൽ ഖംസ. ഇതിൽ ഒന്നുകൂടി കൂട്ടിയിട്ട് ഹന് എന്ന് കൂട്ടിയാണ്ട് അസ്മാഉ സിത്ത എന്നും പറയാറുണ്ട്. രണ്ടും അതിന്റെ ഇറാബുകളൊക്കെ സെയിം തന്നെയാണ്. അതാണ് താഴെ കൊടുത്തത്. അൽ അസ്മാഉൽ ഖംസ തുർഫഉ ബിൽ വാവി. വാവ് കൊണ്ടാണ് ഇതിന് റഫ് ഉണ്ടാവുക. സാധാരണ നമ്മള് ഈ പിന്നെ റഫ് ഉണ്ടാവാറുള്ള ലമ്മത്ത് കൊണ്ടാണല്ലോ സാധാരണ ഇറാബ് ഉണ്ടാവാറുള്ളത്. അതുപോലെ നെസ്ബ് ഉണ്ടാവല് ഫത്ഹ് കൊണ്ടാണ്. കെസ്റ് ഉണ്ടാവല് പിന്നെ കസറത്ത് കൊണ്ടാണ് സാധാരണ ജർ ഉണ്ടാവാറുള്ളത്. ചിലപ്പോൾ അതിൽ നിന്ന് വിഭിന്നമായിട്ട് ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും. ഇതിൽ പെട്ട ഒന്നാണ് ഇപ്പൊ ഈ പറയുന്ന അസ്മാഉൽ ഖംസ. ഈ അസ്മാഉൽ ഖംസന്റെ റഫ് ഉണ്ടാവല് വാവ് കൊണ്ടും അലിഫ് കൊണ്ട് നെസ്ബും യാവ് കൊണ്ട് ജറും ആണ് ഉണ്ടാവാറുള്ളത്. ഒരു ഉദാഹരണം പിന്നെ വയസ്തറത്തു ഫി ഇറാബിഹ ഹാദൽ ഇറാബ. ഇങ്ങനെ ഈ പറയുന്ന പ്രത്യേകമായ ഇറാബ്, അഥവാ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുണ്ടാകുന്ന ഈ ഇറാബ് ഉണ്ടാവാനുള്ള ഒരു നിബന്ധന അൻ തക്കൂന മുലാഫത്തൻ ലി ഗൈരി യാഇൽ മുത്തക്കല്ലിമി. മുത്തക്കല്ലിമിന്റെ യാ അല്ലാത്തതിലേക്ക് ഈ പറയുന്ന ഇസ്മുകളെ ഇലാഫത്ത് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. ഇപ്പൊ നമ്മളൊരു ഉദാഹരണം പറഞ്ഞാല് ഈ അബുൻ എന്ന് നേരെ പറയുമ്പോ ഹുവ അബുൻ, ഫോർ എക്സാമ്പിൾ അങ്ങനെ പറഞ്ഞു കൂടി ഹുവ അബുൻ, അവിടെ ഇപ്പോ ഈ പറയുന്ന ഈ വാവ് കൊണ്ട് റഫ് എന്ന് പറഞ്ഞ സംഭവം ഇല്ല, നമ്മൾ കാണുന്നില്ല, ഉണ്ടാവില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഈ പറയുന്ന നിബന്ധന പാലിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതേസമയം അതിനെ മറ്റൊരു ഇസ്മിലേക്ക് ഇദാഫത്ത് ചെയ്താൽ, ഉദാഹരണം ഹുവ അബൂക്ക, അവൻ നിന്റെ വാപ്പയാണ് എന്ന് പറയുമ്പോൾ നമ്മൾ അബൂക്ക നിന്റെ എന്നുള്ള ആ കാഫിലേക്ക് ഇതിനെ ഇദാഫത്ത് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെ നമ്മൾ ഈ പറയുന്ന ഇറാബ് കാണുന്നുണ്ട്. അപ്പൊ എന്തായി? അബൂക്ക എന്ന് പറയുമ്പോൾ അവിടെ റഫ് ഉണ്ടത് ഈ പറയുന്ന ബാഗ് കഴിഞ്ഞിട്ടുള്ള വാവിലാണ്. ഞാൻ പറഞ്ഞു മനസ്സിലായല്ലോ. അപ്പൊ ഇങ്ങനെ എന്താണ് ഏതെങ്കിലും ഒന്നിലേക്ക് ഇദാഫത്ത് ചെയ്തിരിക്കണം.
ഇപ്പൊ നമ്മൾ പറഞ്ഞെന്തോ അബൂ സൈദ് എന്ന് പറഞ്ഞു. അബൂ സൈദ് എന്ന് പറയുമ്പോൾ ഇവിടെ ലാഹിറായ ഇസ്മിലേക്കാണ് ലഫ്ത് ചെയ്തിട്ടുള്ളത്. അത് മതി. അപ്പോൾ എന്തുണ്ടാവും, ഈ പറയുന്ന ഇറാബ് ഉണ്ടാവും. ഇവിടെ വാവ് കൊണ്ടാണ് ഇവിടെ പിന്നെ എന്തായത് റഫ് ചെയ്തത്. ഇങ്ങനെ ഓരോന്നും ഇപ്പൊ അബി സൈദ് ഉണ്ടാവും, അതിന്റെ കസറത്തിലേക്ക് പിന്നെ ഇലാഫത്ത് ചെയ്യുമ്പോൾ വേറെ സാഹചര്യത്തിൽ ഇപ്പൊ എങ്ങനെ ഉണ്ടാവും, നളർത്തു ഇല അബി സൈദിൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പൊ എന്താ വരിക, നളർത്തു ഇല അബി സൈദിൻ എന്നിട്ട് വരിക. അപ്പോ അവിടെ യാവ് കൊണ്ടാണ് എന്തുണ്ടാവുക, കസറുണ്ടാവുക. അങ്ങനെ ഈ പറയുന്ന ഓരോ ഇറാബും ഉണ്ടാവും ഓരോ ഓരോ ഇസ്മുകൾക്കും. മനസ്സിലായല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യാം, എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിൽ പറയുന്നത് പിന്നെ അസ്മാഉൽ ഈ ഹംസ കഴിഞ്ഞു. ഫി ഐ ഉമൂരിൻ യത്തബിഉ നഅ്തു വൽ മൻഊത്താൻ. ഈ നഅ്ത്ത് മൻഊത്തിന്റെ വേറെ ചില വേർഡാണ് സിഫത്ത് മൗസൂഫ് എന്ന് പറയുന്നത്. രണ്ടും ഏകദേശം സെയിം തന്നെയാണ്. അപ്പൊ അതില് ഏതെല്ലാം വിഷയങ്ങളിലാണ് ഈ പറയുന്ന നഅ്ത്ത് മൻഊത്തിനെ എന്താവുക, ഫോളോ ചെയ്യുക എന്നാണ് അതിന്റെ ചോദ്യം. അപ്പൊ ഇതിൽ കിതാബില് കുറച്ച് ഭാഗം കൊടുത്തിട്ടുള്ളൂ. അപ്പോ ഇതിൽ പറയുന്നുണ്ട് യത്ബഉ അൻ മൻഊത്ത ഇവിടെ കൊടുത്ത് കാണാം. വൈദാ തഅമ്മൽത കുല്ല നഅ്തിൻ മിൻ ഹാദിഹിൻ നുഊത്തി സലാസ വജദ്തഹു യത്ബഉൽ മൻഊത്ത ഫി റഫ്ഇഹി വനസ്ബിഹി വജർരിഹി എന്നുള്ളതിൽ കൊടുത്തിട്ടുള്ളത്. മുകളിലെ ഉദാഹരണം കൊടുത്തെങ്കിൽ ആ കാര്യം മനസ്സിലാവുള്ളൂ. തൽക്കാലം നമുക്ക് ഈ ഉദാഹരണം എടുക്കാം. നദർത്തു ഇല അൽ വർദത്തിൽ ജമീല എന്ന് പറയുന്ന ഉദാഹരണം എടുത്തു നോക്കി. അപ്പൊ അതില് എന്താ ഉള്ളത്, അതുപോലെ തൊട്ട് മുമ്പുള്ള തഫത്തഹത്തിൽ വർദത്തുൽ ജമീല എന്ന് പറഞ്ഞാൽ സുന്ദരമായ റോസാ പുഷ്പം വിടർന്നു എന്നല്ലേ ഇപ്പൊ അതിലുള്ളത്. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കൂ, ഇവിടെ ഇപ്പൊ നമ്മള് അൽ വർദത്തു എന്ന് പറയുന്നതാണല്ലോ ഏത് മൗസൂഫ്, ഈ ജമീലത്ത് എന്ന് പറയുന്നതാണ് സിഫത്ത്. അപ്പോ ഈ സിഫത്ത് ഏതെല്ലാം വിഷയങ്ങളിൽ ഈ മൗസൂഫിനെ എന്താകുന്നു, ഫോളോ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ താഴെ പറയുന്ന വിഷയങ്ങളിലൊക്കെ ഉണ്ടാവും. ഏതെല്ലാം ഉള്ളത് നമ്മൾ പറഞ്ഞു. അതിന്റെ റഫിന്റെ കാര്യത്തിൽ ഫോളോ ചെയ്യുന്നുണ്ട്, അതുപോലെ നസ്ബിന്റെ കാര്യത്തിൽ ഫോളോ ചെയ്യുന്നുണ്ട്, ജെറിന്റെ കാര്യത്തിൽ ഫോളോ ചെയ്യുന്നുണ്ട്. നോക്കൂ ഇവിടെ ഇപ്പൊ എന്തായി, ഈ പറഞ്ഞ ഉദാഹരണം എടുത്ത് നോക്കൂ. ഇതില് നമ്മുടെ മൗസൂഫായ അൽ വർദ എന്ന് പറയുന്നിടത്ത് ലൊമ്മല്ല ഉള്ളത്. അത് എവിടെയുണ്ട്, സിഫത്തായ ജമീലത്തു എന്ന് പറഞ്ഞിടത്ത് ലൊമ്മുണ്ട്. അൽ വർദത്തു പിന്നെ തൊട്ട് താഴെയുള്ള ഉദാഹരണം ഖതഫ്തുൽ വർദത്തൽ ജമീല, ഞാൻ എന്ത് ചെയ്തു, സുന്ദരമായ ഒരു റോസാ പുഷ്പത്തെ പറിച്ചെടുത്തു. അപ്പൊ അവിടെ അൽ വർദത്ത് പറഞ്ഞാൽ വീണ്ടും പിന്നെ മൗസൂഫ്, ജമീലത്ത് പറഞ്ഞാൽ സിഫത്ത്. ഇവിടെയും നോക്കൂ, ഈ ജമീലത്ത് എന്ന് പറയുന്ന സിഫത്ത് എന്ത് ചെയ്യുന്നുണ്ട്, മൗസൂഫായ അൽ വർദത്തിനെ ഫോളോ ചെയ്യുന്നുണ്ട്. കാരണം എന്താ, അൽ വർദത്ത് എന്നുള്ളതിന് നസ്ബ ഉള്ളത്. അപ്പൊ ആ നസ്ബിന്റെ ഇതിനും കിട്ടി, സിഫത്തിനും കിട്ടി. ഇതേപോലെ മൂന്നാമത്തെ ഉദാഹരണം നദർതു ഇലൽ വർദത്തിൽ ജമീല, സുന്ദരമായ ഒരു റോസാ പൂവിലേക്ക് ഞാൻ നോക്കി എന്ന് പറഞ്ഞിടത്തും ജമീലത്ത് എന്നുള്ളതാണ് സിഫത്ത്. അപ്പൊ അതെന്ത് ചെയ്യുന്നുണ്ട്, അൽ വർദ എന്ന് പറയുന്ന മൗസൂഫിനെ ഫോളോ ചെയ്യുന്നുണ്ട്. ഏത് വിഷയത്തിൽ, ജെറിന്റെ വിഷയത്തിൽ. കാരണം അൽ വർദത്തി എന്നുള്ളതിന് ജെറാണ്. അപ്പൊ ആ ജെറ് എവിടെയുണ്ട്, ഈ പറയുന്ന സിഫത്തിനും ഉണ്ട്. പക്ഷെ ഇത്തരം വിഷയങ്ങളിൽ മാത്രമല്ല കേട്ടോ എന്ത് ചെയ്യുന്നത്, ഒരു മൻഊത്ത് അതിന്റെ നഅ്തിനെ ഫോളോ ചെയ്യുന്നത് ഇത്തരം വിഷയങ്ങൾ മാത്രമല്ല. പ്രധാനപ്പെട്ട മൂന്നെണ്ണം ഇവിടെ പറഞ്ഞു എന്നേ ഉള്ളൂ. അത് ഏതൊക്കെയാണെന്ന് ചിലപ്പോ ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ടാവും, ഞാൻ നോക്കട്ടെ ഒരു മിനിറ്റ്. ഓക്കെ, ഇത്രയും വിഷയങ്ങളിൽ എന്ത് ചെയ്യും, ശരിക്ക് ഈ പറയുന്ന ഒരു സിഫത്ത് മൗസൂഫിനെ ഫോളോ ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ഒരു നഅ്ത്ത് മൻഊത്തിനെ ഫോളോ ചെയ്യുന്നതാണെന്ന്. അതിലിപ്പോ ഒന്ന് മുദക്കർ മുഅന്നസ്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഉദാഹരണങ്ങളൊക്കെ കാണാം. നമ്മൾ അൽ വർദത്തുൽ ജമീലത്ത് എന്നല്ലേ പറഞ്ഞത്. അപ്പൊ വർദത്ത് എന്ന് പറഞ്ഞാൽ മുഅന്നസ് അല്ലേ, അപ്പൊ ജമീലത്ത് മുഅന്നസായി. അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞത്, മുഅന്നസ് മുദക്കറിന്റെ വിഷയത്തിൽ എന്ത് ചെയ്യും, ഫോളോ ചെയ്യും. മുദക്കറാണെങ്കിൽ ഇപ്പൊ അതിന് പകരം വേറെ ഏതെങ്കിലും മുദക്കറായ വേർഡാണ് എങ്കിൽ അതിന്റെ സിഫത്ത് മുദക്കറായിട്ടേ ഉപയോഗിക്കാവൂ. ഉദാഹരണം പറഞ്ഞാല് ജാ റജുലുൻ, അല്ലെങ്കിൽ ജാ റജുലുൻ ജമീലുൻ, നല്ല ഭംഗിയുള്ള ഒരാൾ വന്നു, ഒരു പുരുഷൻ വന്നു എന്ന് പറയുമ്പോ അവിടെ ഈ റജുലുൻ ജമീലു റജുലുൻ എന്ന് പറയുന്നത് പിന്നെ മുദക്കറാണല്ലോ. അപ്പൊ അതിന്റെ സിഫത്തായ ജമീലു എന്ന് പറയുന്നതും സിഫത്താണ്. അപ്പൊ ആ വിഷയത്തിലും മുദക്കർ മുഅന്നസിന്റെ വിഷയത്തിലും ഫോളോ ചെയ്യണമെന്നായി. റഫു നസ്ബ് ജറിന്റെ ഫോളോ ചെയ്യണമെന്ന വിഷയം നമ്മൾ ഉദാഹരണ സഹിതം കണ്ടു, ഇനി പറയേണ്ട ആവശ്യമില്ല. മറ്റൊന്ന് ഫോളോ ചെയ്യേണ്ട വിഷയമാണ് ഏത്, ഇഫ്രാദ് തസ്നിയത്ത് ജമ്മു, അഥവാ മുഫ്രദ് മുദക്കർ ജമ്മു എന്ന വിഷയത്തിലും നഅ്ത്ത് എപ്പോഴും മന്നൂത്തിനെ എന്തെയും ഫോളോ ചെയ്യും. അഥവാ നമ്മളെപ്പോഴും മന്നൂത്തായി പറയുന്നത് മുദക്കറാണ്, മുഫ്രദാണ് എങ്കിൽ സിഫത്ത് മുഫ്രദായിരിക്കും. നേരത്തെ പറഞ്ഞല്ലോ,
റഅയ്തു റജുലൻ ജമീലൻ എന്ന് പറയുമ്പോൾ റജുലു എന്നുള്ളത് മുഫ്രദാണ്. അപ്പൊ ജമീലൻ എന്ന് പറയുന്നത് മുഫ്രദായിട്ട് തന്നെ ഉപയോഗിച്ച്. ഈ തസ്നിയാകുന്ന സമയത്ത് അവിടെ എന്തുണ്ടാവും? സിഫത്തും തസ്നിയായിട്ട് വരും. ഉദാഹരണം പറഞ്ഞാല് റഅയ്തു റജുലൈനി എന്ന് പറഞ്ഞു സങ്കല്പിച്ചോളൂ. രണ്ട് പുരുഷന്മാരെ ഞാൻ കണ്ടു. എങ്ങനത്തെ? ജമീലൈനി, സുന്ദരന്മാരായ. അപ്പൊ അവിടെ ജമീലൈനി എന്ന് തന്നെയാണ് സിഫത്തും കൊടുത്തത് മുസന്നയായിട്ട്. അങ്ങനെ ഓരോന്നിലും. പിന്നെ താരീഫ് തൻകീറിന്റെ വിഷയത്തിലും. അപ്പൊ സിമ്പിൾ ആയിട്ട് പറഞ്ഞാല് നമ്മളെ മൻഊത്തില് അല്ലുണ്ട് എങ്കിൽ സിഫത്തിലും അല്ല് വരും. അപ്പൊ നേരത്തെ പറഞ്ഞ ഉദാഹരണം നോക്കി, ഖതഫ്തു അൽ വർദത്തൽ ജമീല. അവിടെ അൽ വർദത്ത് എന്ന് പറയുന്ന മൻഊത്തിൽ അല്ലുണ്ടല്ലോ, അപ്പൊ ശേഷമുള്ളതിലും അല്ലുണ്ട്. ഇനി അങ്ങനെ അല്ലെങ്കിൽ രണ്ടാമത് ഞാൻ പറഞ്ഞ ഉദാഹരണം ഉണ്ടല്ലോ, റഅയ്തു റജുലൻ ജമീലൻ എന്ന് പറഞ്ഞിടത്ത് അവിടെ അല്ലില്ല, അത് നെക്കിറയാണ്. അപ്പൊ എന്ത് ചെയ്തു? ആ മന്നൂത്തിനെ അതിന്റെ ജമീലൻ എന്ന് പറയുന്ന സിഫത്തും എന്താക്കി, അതിന്റെ നഅത്തും എന്താക്കി, അതേ പ്രകാരം തന്നെ അല്ലില്ലാതെ നെക്കിറായിട്ട് കൊണ്ടുവന്നു. ഇത്രയും വിഷയങ്ങളിൽ എന്താവണം? ശരിക്കും ഒരു മന്നൂത്തിനെ നഅത്ത് ഫോളോ ചെയ്യണം എന്നുള്ളതാണ് അതിന്റെ നിയമം. നമ്മൾ പുസ്തകത്തിൽ അതിൽ കുറച്ച് ഭാഗമേ പറയുന്നുള്ളൂ. അപ്പൊ ഇത്രയും എഴുതിയാൽ നല്ലത്. ഓക്കെ, നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അവസാനത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഉം അവസാനത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് നോക്കൂ. ഉഫ്രുഖ് ഫർരിഖ് ഇസ്മ الزمان والمكان من هذه العبارة. مولد النبي صلى الله عليه وسلم شهر ربيع الأول واختص به. ഇതിലിപ്പോ ഇസ്മു സമാനും മക്കാനും വേർതിരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സാധാരണ ഓരോ പിന്നെ ഇതിന് ഇസ്മു സമാനും മക്കാനും വേണ്ടി വെക്കപ്പെട്ട ഓരോ സിയകളുണ്ട്. പിന്നെ അപ്പൊ അതനുസരിച്ചാണ് ഈ പറയുന്ന ഇസ്മു സമാനും മക്കാനും കാണാം. അപ്പൊ ഈ മൗലിദ് എന്ന് പറയുന്ന വാക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ല, മൗലിദ് എന്ന് പറയുന്ന വാക്കിന്റെ നേരർത്ഥം ജനിച്ച ഇടം എന്ന ഇസ്മു മക്കാനിന്റെ അർത്ഥവും കാണുന്നുണ്ട്. അതുപോലെ ജനിച്ച സമയം എന്ന അർത്ഥത്തിൽ ഇസ്മു സമാനിന്റെ അർത്ഥവും കാണുന്നുണ്ട്. അപ്പോ നമ്മൾ ഡിക്ഷണറിയിൽ പരതുന്ന സമയത്ത് ഈ രണ്ടർത്ഥവും കൊടുത്തതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ നോക്കൂ, ഇത് ഡിക്ഷണറിയിൽ പറയുന്നത് മൗലിദുർ റജുലി എന്ന് പറഞ്ഞാൽ മൗലിഉ വിലാദത്തിഹി, ഒരാള് പ്രസവിച്ച സ്ഥലം എന്നാണ്. അപ്പൊ അങ്ങനെ പറയുകയാണെങ്കിൽ ഈ മൗലിദ് എന്ന് പറയുന്നത് നമുക്ക് ഇസ്മുൽ മക്കാനാണെന്ന് പറയാൻ പറ്റും. പക്ഷെ തൊട്ടപ്പുറത്ത് കണ്ടോ, ഈ ദിക്റ മൗലിദിഹി, അവന്റെ ജന്മദിനത്തിന്റെ ഓർമ്മക്ക് എന്നൊക്കെ പറഞ്ഞിടത്തോടെ വക്തുൽ വിലാദ, മൗലിദിന്റെ അർത്ഥം അവിടെ കൊടുത്തത് എന്താണ്? പ്രസവിച്ച സമയം എന്നതാണ്. ഇസ്മുൽ സമാനും മക്കാനും ഒരേ സമയം ആ വസൻ ചിലപ്പോ ചില സന്ദർഭങ്ങളിൽ വരാറുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അത്രയാണ് അതേക്കുറിച്ച് പറയാനുള്ളത്. അപ്പോ ഇത്രയും ഭാഗമായപ്പോ നമ്മൾ എന്ത് ചെയ്തു? ഇതിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ് എല്ലാം ഡിസ്കസ് ചെയ്തു. ഇൻഷാ അള്ളാഹ് ഏതായാലും നിങ്ങൾ നമ്മുടെ എജുപീഡിയ ചാനൽ എന്ത് ചെയ്യുക? സബ്സ്ക്രൈബ് ചെയ്ത് ഇതിനെല്ലാം സപ്പോർട്ട് ചെയ്യുക ഇൻഷാ അള്ളാഹ്. അപ്പോൾ നമ്മൾ ഇതിന്റെ ബാക്കി ഉള്ള വീഡിയോ സൗകര്യം പോലെ എന്ത് ചെയ്യുക, ബാക്കി കൂടി ചെയ്യാം ഇൻഷാ അള്ളാഹ്. ഏതായാലും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.